മാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ അനുഭവങ്ങൾ പലതും നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം വഴി വിൽക്കപ്പെടുന്നു. എങ്ങനെയെന്ന് നോക്കാം. സമൂഹ മാധ്യമങ്ങളിലെ പലതരത്തിലുള്ള ചതിക്കുഴികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന ഈ ഇടപാടുകൾ ആരെയും ഞെട്ടിക്കും. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ അറിയാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലൈംഗിക താല്പര്യത്തോടെ ടെലഗ്രാം അക്കൗണ്ടുകളിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല ഇത്തരം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും. സ്വന്തം വീടുകളിലെ അമ്മമാരുടെയോ സഹോദരിമാരുടെയോ സ്വന്തം ഭാര്യയുടെയോ ചിത്രങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നവരുണ്ടെന്നതാണ് ഭയാനകം. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ പറഞ്ഞാൽ സേഫ് എന്ന് കൊടുത്ത് ആൾക്കാർ അയക്കുന്ന എന്നുവെച്ചാൽ ഗേൾസ് അയക്കുന്ന ഫോട്ടോസും അവരുടെ പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മിക്കത് ലീക്കാവുന്നത്. ഇത് ലീക്കാവുന്ന പറഞ്ഞാൽ ഡിസപ്പിയറിങ് മെസ്സേജസ്, വാനിഷ് മോഡ് ഇപ്പം വാനിഷ് മോഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്നാപ്ചാറ്റിലുണ്ട്. അപ്പോൾ ഈ സ്നാപ്ചാറ്റിൻ്റെ അകത്തുനിന്ന് വന്ന ഈ ഡിസപ്പിയറിങ് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ സാധനമല്ല, ഇവർ ഡിസപ്പിയർ ആയി പോകുമെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിന് അയക്കുന്നതോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം സ്നാപ്ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ ടെലഗ്രാമിലും എല്ലാം അയക്കുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അതാണ് മെയിനായിട്ട് ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിന്റെ ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആക്കുന്നത്. ഇതൊരു ടെലഗ്രാം അക്കൗണ്ടിന്റെ ചാറ്റാണ്. എൻ്റെ അമ്മയെ തരാം, നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ. ഇതിന് ശേഷം വരുന്ന കമന്റുകൾ എത്രത്തോളം അശ്ലീലത നിറഞ്ഞതാണോ അതനുസരിച്ച് ഇതിന്റെ താഴെ ഇനി ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ വീട്ടിലെ ഹോംലി പിക്ക്, നിങ്ങളുടെ സഹോദരിമാരുടെ പിക്ക്, നിങ്ങളുടെ ഭാര്യയുടെ പിക്ക്, അമ്മമാരുടെ പിക്കൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അമ്മയുടെ ചിത്രം പങ്കുവെച്ച ഒരു മകന്റെ ചാറ്റാണിത്. അതിന് താഴെ എത്രത്തോളം മോശമായി, എത്രത്തോളം അശ്ലീലത കലർത്തി ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്ന കമന്റുകളാണ് താഴെ വരുന്നത് മൊത്തം. അതിനുശേഷം ഈ അമ്മയുടെ തന്നെ മറ്റ് പല ചിത്രങ്ങളും ഈ മകൻ പങ്കുവെക്കും. ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട് എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ്. സ്വന്തം എൻ്റെ പെണ്ണ് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രത്തോളം അശ്ലീലത നിറഞ്ഞ, ലൈംഗികത നിറഞ്ഞ സംഭാഷണങ്ങളാണ് ഈ ചാറ്റുകൾ ഉടനീളമുള്ളത്. ഇതിന് താഴെ എത്രത്തോളം നിങ്ങൾ മോശമായി ഈ ഫോട്ടോയ്ക്ക് കമന്റ് ഇടുന്നോ അതനുസരിച്ച് താഴെ വീണ്ടും ഈ കുട്ടിയുടെ തന്നെ ഫോട്ടോസ് വന്നുകൊണ്ടേയിരിക്കും. 100 കണക്കിന് ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ളത്. അതിൽ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട്, മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമുള്ളത്, അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളത്, യുവതികളുടേത്, അങ്ങനെ പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. റേപ്പ് വീഡിയോകൾ വരെ ലഭ്യമാണ്. ഈ ചിത്രങ്ങൾ മെയിൻ ഗ്രൂപ്പുകളിലാണ് ആദ്യം എത്തുന്നത്. ശേഷം ടെലഗ്രാം AI ബോട്ടുകൾ വഴി മോർഫ് ചെയ്ത് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളിൽ പലതും പണം ലഭിച്ചാൽ മാത്രം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ ഷെയർ ചെയ്താൽ കിട്ടുന്ന ഗ്രൂപ്പുകളാണ്. അതുമല്ലെങ്കിൽ ഭാര്യ, അമ്മ, പെങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കണം. ആയിരക്കണക്കിന് അംഗങ്ങളാണ് ഓരോ ഗ്രൂപ്പുകളിലുമുള്ളത്. ഗ്രൂപ്പുകൾ പലതും അതീവ സുരക്ഷ നേടി പ്രവർത്തിക്കുന്നതാണ്. സൈബർ സെല്ലിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെല്ലുവിളിച്ചാണ് ഗ്രൂപ്പുകൾ സജീവമാകുന്നത്. നിങ്ങളറിയാതെ പിന്തുടരുന്ന ചതിക്കുഴികൾ കരുതിയിരിക്കാം. സ്വന്തം വീടിനുള്ളിലും സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും ഏറെ ജാഗ്രത പുലർത്തണമെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയിഷത്തുൽ ഷംന, ന്യൂസ് 18.
സൈബർ ഇടത്തെ ചതിക്കുഴികൾ പലതരത്തിലും പല രൂപത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും ടെലഗ്രാം എന്ന ആപ്പ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് അതല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നടക്കുന്ന പലതരത്തിലുള്ള ഇത്തരം തട്ടിപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ തട്ടിപ്പിന്റെ പുതിയൊരു രൂപമാണ് സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് പോലും കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പുതിയ തലമുറ ചിന്തിക്കുന്നത് ഏതു തരത്തിലാണ് എന്ന ഗൗരവമുയർത്തുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ അത് വലിയ വലിയ ദുരന്തങ്ങൾക്ക് ഇടവെക്കില്ലേ എന്ന ഗൗരവമായ ഒരു കാര്യമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ആയിഷത്തുൽ ഷംനയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഷംന തന്നെ നമുക്കൊപ്പം ചേരുന്നു. ഷംന, ആദ്യം എങ്ങനെയാണ് നമ്മൾ ഈ വാർത്തയിലേക്ക് എത്തിയത്? ഇത്തരത്തിൽ ടെലിഗ്രാമിനുള്ളിൽ ഒരുപക്ഷെ പുതിയ തലമുറകളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ ഗൗരവമായ ഒരു വശത്തിലേക്കാണ് നമ്മൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. എങ്ങനെയാണ് ആദ്യം നമ്മൾ ഈ വാർത്തയിലേക്ക് എത്തുന്നത്? ഒപ്പം ഇതിൽ നടക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനാവുന്നത്? തീർച്ചയായും സജിത്ത്, ഞാൻ ഈ വാർത്തയിലേക്ക് എത്തുന്നത് ഒരു സുഹൃത്ത് വഴിയാണ്. ടെലഗ്രാമിൽ വളരെ ആക്റ്റീവായ ഈ ജോബ് വാക്കൻസികൾ ഉൾപ്പെടെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ എത്താറുണ്ട്. അങ്ങനെ വളരെയധികം ടെലഗ്രാമിൽ ആക്റ്റീവായ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ വാർത്തയിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരുപാട് നമ്മൾ ഈ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പലപ്പോഴും ഗ്രൂപ്പുകളിൽ സാധാരണ ടെലഗ്രാം പലപ്പോഴും സിനിമകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയും ഇത്തരം ജോബ് വാക്കൻസി അറിയാൻ വേണ്ടിയൊക്കെയാണ് ടെലഗ്രാം സാധാരണക്കാർ ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഈ ഗ്രൂപ്പുകളിൽ, ഈ സാധാരണ ഗ്രൂപ്പുകളിൽ നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പലപ്പോഴും ഓരോ ലിങ്ക് എത്തും. ഈ ലിങ്ക് പലപ്പോഴും ടൈമർ വെച്ച് അയക്കുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ലിങ്ക് ആ ടെലഗ്രാം ചാറ്റിൽ നിന്ന് പോകും. അങ്ങനെ ഈ ലിങ്കിൽ കയറി കഴിയുമ്പോൾ പിന്നീട് അതൊരു വേറെ ലോകമാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് പിന്നെ നമുക്ക് എത്താൻ കഴിയും. ഈ ഗ്രൂപ്പുകളിൽ ഇതുപോലെ സ്നാപ്ചാറ്റിൽ, ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഫോട്ടോസ്, സാധാരണ നോർമലായി നമ്മൾ ഏതൊരാളും പലപ്പോഴും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ സ്ക്രീൻഷോട്ടുകൾ അടിച്ചും അല്ലെങ്കിൽ അത്തരത്തിൽ അതിൽ നിന്ന് എടുത്ത് ഈ ഗ്രൂപ്പുകളിൽ ഇടുന്നു. ഇങ്ങനെ ഈ ടെലഗ്രാമിൽ ഇത് മോർഫ് ചെയ്തും അല്ലാതെയും ഇതിന് വളരെ മോശമായ രീതിയിൽ കമൻറ്റ് പറഞ്ഞൊക്കെ ഈ ഗ്രൂപ്പുകൾ ആക്റ്റീവ് ആകും. ആ മെമ്പേഴ്സിന്, ആ ഗ്രൂപ്പുകളിലുള്ള മെമ്പേഴ്സിന് പിന്നീട് അടുത്ത ഗ്രൂപ്പുകളിലേക്ക് കടക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പുകൾ കുറച്ചുകൂടി സുരക്ഷിതത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. കാരണം അതിലങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഈ ഇവർ വളരെ നോർമലൈസ് ചെയ്യുന്ന നമ്മുടെ ഈ ഫോട്ടോസ് ഷെയർ ചെയ്യപ്പെടുന്ന ഈ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളുടെയോ ഭാര്യയുടെയോ അമ്മയുടെയോ ഒക്കെ ചിത്രങ്ങൾ പതിയെ ഓരോ ചിത്രങ്ങൾ അല്ലെങ്കിൽ 2 ചിത്രങ്ങളൊക്കെ വെച്ച് ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷമാണ് മറ്റു ഗ്രൂപ്പുകളുടെ ലിങ്ക് നമുക്ക് ലഭിക്കുക. അതിൽ തന്നെ പലതും പണം കൊടുത്താൽ മാത്രം ലഭിക്കുന്ന ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഗ്രൂപ്പുകളിലേക്ക് പലപ്പോഴും പലർക്കും പെട്ടെന്ന് എത്തിച്ചെല്ലാൻ കഴിയുന്നില്ല. കാരണം പണം കൊടുത്താൽ മാത്രം ലഭിക്കുന്ന ഗ്രൂപ്പുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരുടെ, അമ്മമാരുടെ, ഭാര്യമാരുടെയൊക്കെ വീഡിയോകൾ, ഫോട്ടോകൾ, അത് ഇത്തരത്തിൽ മോശമായ രീതിയിലുള്ള ഒരു വീഡിയോ ആവണമെന്നില്ല. നോർമലായി സാധാരണ അവർ വീട്ടിൽ നിൽക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇവർക്ക് പലപ്പോഴും വേണ്ടത്. ഇത് പിന്നീട് അവർ മോർഫ് ചെയ്തും അല്ലാതെയൊക്കെ അതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ് ഈ ഗ്രൂപ്പുകളിൽ. അതിനുശേഷം പണം കൊടുത്താൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഷെയർ ചെയ്താൽ, അതും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെയോ ഭാര്യയോ ഒക്കെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുത്താലൊക്കെയാണ് ഇതിനകത്തുള്ള മറ്റു ഗ്രൂപ്പുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ തന്നെ സെലക്റ്റീവാണ് ഗ്രൂപ്പുകൾ മൊത്തം. 10 വയസ്സിന് താഴെ വരെയുള്ള പെൺകുട്ടികളുടെ, 10 വയസ്സ് പോലും ആകാത്ത പെൺകുട്ടികളുടെ ചിത്രം, ഇവർക്ക് പലപ്പോഴും ഒരു കോഡ് ഭാഷയുണ്ട്. ഇപ്പോൾ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 10 വയസ്സ് തികയാത്ത അത്ര ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭാര്യമാർക്ക് വേണ്ടിയിട്ട്, അമ്മമാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇവർക്ക് പലപ്പോഴും ഒരു കോഡ് ഭാഷയാണ്. അപ്പം അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കിലു എന്നാണ് ഇവർ ഈ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പറയുന്നത്. അവരുടെ പിക്ക് ചോദിച്ചു വരുമ്പോൾ അടുത്ത ലിങ്ക് തരും. അതിൽ തന്നെ ഒരു ഫോട്ടോ ഒക്കെയാണ് പലപ്പോഴും ഈ ഗ്രൂപ്പുകളിൽ, ഇവർ നോർമലൈസ് ചെയ്യുന്ന ഈ ഗ്രൂപ്പുകളിൽ പലപ്പോഴും ഒരു ഫോട്ടോയാണ് വരുന്നത്. അതിൽ ഇവർ അതിന് താഴെ പറയും, ഇന്ന ഫോട്ടോസ് വേണമെങ്കിൽ, ഇന്ന ഗ്രൂപ്പ് വേണമെങ്കിൽ DM ചെയ്യൂ, പേഴ്സണൽ മെസ്സേജ് വരൂ എന്ന് പറയും. അതിനുശേഷം നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്നത്, പൈസ ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടും. ഇങ്ങനെയാണ് നമുക്ക് അടുത്ത ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ കഴിയുന്നത്. ഓരോ ഗ്രൂപ്പിലും 1000 10,000 മെമ്പർമാരുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, തീർച്ചയായും നമ്മുടെ സ്വന്തം വീടുകളിൽ നിന്നാണ് ഇത്തരം ചിത്രങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതും എന്നതാണ് വസ്തുത. ഒപ്പം തന്നെ ഈ ബാക്കിയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ
അതിന് താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാണ് ഇവർ ആസ്വദിക്കുന്നത്. ഇത് എത്രത്തോളം മോശമായിട്ടുള്ള കമൻറ്റുകളാണ് ഇതിന് താഴെ വരുന്നത്, അത് കണ്ട് ഇവർ ആസ്വദിക്കുകയാണ്. ഇപ്പം എൻ്റെ അമ്മയുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ചിത്രങ്ങൾ, എൻ്റെ സഹോദരിയുടെ ചിത്രങ്ങൾ, ഇതിന് താഴെ വൃത്തികെട്ട രീതിയിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുമ്പോൾ, ചിത്രങ്ങൾ ഞാൻ തന്നെ ഷെയർ ചെയ്യുന്നു, അതിന് താഴെ വൃത്തികെട്ട കമൻറ്റുകൾ വരുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്നു എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതും ഭയപ്പെടുത്തുന്നതും ആ ഒരു അവസ്ഥ തന്നെയാണ്. അതിനുശേഷം ഇങ്ങനെ മോശം കമൻറ്റുകൾ ചെയ്തും അത് ആസ്വദിച്ച് അതിനുശേഷം ബാക്കിയുള്ളവരുടെ ചിത്രങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ അപ്പുറത്ത് ഓപ്പോസിറ്റ് ചാറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളോട് ഇത്തരത്തിൽ ആവശ്യപ്പെടും, നിങ്ങളുടെ വീട്ടിലെ ഫോട്ടോസ് അയക്കൂ, ഞാൻ എൻ്റെ വീട്ടിലെ ഫോട്ടോസ് തരാം, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഫോട്ടോസ്. നമ്മൾ നേരത്തെ ചാറ്റിൽ കണ്ട പോലെ തന്നെ എൻ്റെ അമ്മയെ തരാം, നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അത്രത്തോളം ഇവിടുന്ന് ഒരാൾ സ്വന്തം വീട്ടിലെ ഫോട്ടോസ് അയച്ചു കൊടുക്കാനുണ്ട്, അപ്പുറത്തുനിന്ന് ഒരാൾ അത് വാങ്ങിക്കാനും അയാളുടെ വീട്ടിലെ ഫോട്ടോസ് ഷെയർ ചെയ്യാനും ഉണ്ട്. അത്രത്തോളം ആക്റ്റീവാണ് ഈ ഗ്രൂപ്പുകൾ പലപ്പോഴും. അതുപോലെ തന്നെ ഹോംലി പിക്കിന് മാത്രം പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. അത് പലപ്പോഴും ഈ മെയിൻ ഗ്രൂപ്പുകളിൽ ഒരു മെസ്സേജ് വരും, ഹോംലി പിക്ക് വേണോ എന്നാൽ DM വരൂ, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് താഴെ ലിങ്ക് വരും. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മൾ പലപ്പോഴും പണമായോ മറ്റു ഫോട്ടോസൊക്കെ നൽകേണ്ടതുണ്ട്. അമ്മയുടെ ചിത്രം നമ്മൾ നേരത്തെ കാണിച്ചു, അമ്മയുടെ ചിത്രമാണ്. അതിന് താഴെ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയാത്ത അത്രത്തോളം മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ, ലൈംഗിക ചുവയോടെയുള്ള സംഭാഷണങ്ങൾ, അതാണ് വരുന്നത്. പലപ്പോഴും കുറച്ച് കുറവാണ് ഈ താഴെ വരുന്ന കമൻറ്റുകൾ കുറവാണെങ്കിൽ ഈ ഫോട്ടോ ഷെയർ ചെയ്യുന്ന ആൾക്കാർ തന്നെ ചോദിക്കും മോർ കമൻറ്റ്സ്. അതാണ് നമുക്ക് ഒരിക്കലും മനസ്സിലാവാത്തൊരവസ്ഥ. അതാണ് മോർ കമൻറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ മോശമായ, വളരെ വളരെ മോശമായ രീതിയിൽ, അതല്ലെങ്കിൽ ഈ പോൺ വീഡിയോസിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ക്ലിപ്പുകൾ ജിഫുകളാക്കി അതൊക്കെയാണ് ഈ ഗ്രൂപ്പുകളിൽ എത്തുന്നത്. അതിനുശേഷം ഇവർ ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ ഈ ഗ്രൂപ്പിൽ ഈ ചാറ്റിൽ വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കും. എന്നിട്ട് കുറെ കൂടി കൂടുതൽ ഫോട്ടോസ് അവർക്ക് ഷെയർ ചെയ്യും. അവർ വീണ്ടും പേഴ്സണലായിട്ട് ഇത്തരത്തിൽ കുറച്ചും കൂടി കൂടുതൽ അശ്ലീല കമൻറ്റുകളായും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജിഫുകളായൊക്കെ അയക്കും. അത് കണ്ട് ആസ്വദിക്കും. അതല്ലെങ്കിൽ അതിനെ തന്നെ പണത്തിനായിട്ട് വിൽക്കും. ഞാൻ ഇനിയും ഫോട്ടോസ് അയച്ചു തരാം, ഇത്ര രൂപ വേണം. ആ ചാറ്റുകൾ ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇത്തരത്തിൽ ഉള്ള ഇവർ മോർഫ് ചെയ്യുന്ന ചാറ്റ് ബോട്ടുകളും ഗ്രൂപ്പുകളുമാണ് ഇത്. നമ്മുടെ സാധാരണ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിൽ പലപ്പോഴും ടൈമറൊക്കെ വെച്ചിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ, ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ഇത് ഡിസപ്പിയർ ആയി പോവും എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ ആ 10 സെക്കൻഡ് ഉള്ളിൽ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുകളിൽ എത്തുന്നുണ്ട് എന്നതാണ് സത്യം. ആ ഫോട്ടോസ് അല്ലെങ്കിൽ ആ വീഡിയോസ് ഇത്തരത്തിൽ AI ചാറ്റ് ബോട്ട് വഴി ഇവരതിനെ മോർഫ് ചെയ്ത് പലപ്പോഴും ഈ പോൺ വീഡിയോസിലെ ഇതുമായി മോർഫ് ചെയ്താണ് ഇത്തരത്തിൽ പിന്നീട് പ്രചരിപ്പിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈ ഷെയർ ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾ, സ്വന്തം അമ്മയുടെയോ പെങ്ങളുടെയോ ഭാര്യയുടെയൊക്കെ ചിത്രങ്ങൾ ഷെയർ ചെയ്യപ്പെട്ട് അതിനെ ഒരാൾ ഇങ്ങനെ അപ്പുറത്ത് മോർഫ് ചെയ്തും ഇത്തരത്തിൽ എഡിറ്റ് ചെയ്തൊക്കെ നൽകുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് പേര് ഈ ഗ്രൂപ്പുകളിൽ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം എങ്ങനെയാണ് കാണാൻ ഇവർക്കിത് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ഗ്രൂപ്പുകളിൽ സെല്ലർ എന്നാണ് ഈ ഗ്രൂപ്പിന്റെ പേര് തന്നെ. ഇത്തരത്തിൽ പല ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത്, ഈ ചെറിയ പെൺകുട്ടികളുടെ ഫോട്ടോ ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഹിന്ദു പെൺകുട്ടികളുടെ ഫോട്ടോ ആണോ വേണ്ടത്, മുസ്ലിം പെൺകുട്ടികൾ, സെലക്റ്റീവാണിത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഈ ഗ്രൂപ്പുകൾ ആക്റ്റീവ് ആവുന്നുണ്ട് എന്നത് മറ്റൊരു സത്യമാണ്. കാരണം ഇപ്പോൾ പെരുന്നാളാവുമ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഓണമാവുമ്പോൾ ഹിന്ദു പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, ഈസ്റ്റർ ആവുമ്പോൾ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ, അങ്ങനെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും അത്തരത്തിൽ ആഘോഷങ്ങളോ ചടങ്ങുകളോ ഒക്കെ വരുമ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആവുമ്പോൾ വളരെയധികം സെലക്റ്റീവ് ആവും. അത്തരം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രം കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് ഈ ഗ്രൂപ്പുകൾ നടക്കുന്നത്. ഇതിൽ തന്നെ എത്ര രൂപക്കാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് വേണ്ടത്? 50 രൂപ മുതൽ 600-700 രൂപക്ക് ഒരു വീഡിയോക്ക് അല്ലെങ്കിൽ ഒരു ഫോട്ടോക്ക് 600-700 രൂപ വെച്ച് വരെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ഗ്രൂപ്പുകളുണ്ട്. അതിനുശേഷം അവർ ഇതുപോലെ ഗൂഗിൾ പേയുടെ അല്ലെങ്കിൽ അവർക്ക് പണം അയക്കേണ്ട ഇതിലയക്കും.
അതിനുശേഷം നമ്മൾ അവർക്ക് പണം അയച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ലഭിക്കാം. ഇത് മൊത്തം ഈ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചാറ്റ് ബോട്ടുകളാണ്. ഈ ബോട്ടുകൾ വഴിയാണ് വീഡിയോകളാണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഇവർ ഷെയർ എഡിറ്റ് ചെയ്ത് മാറ്റുന്നത്. യെസ്, അതാണ് ഷംന, നമുക്ക് പറയാൻ കഴിയുന്നത് ഒരുപക്ഷെ ടെലിഗ്രാമിൽ നടക്കുന്ന ഇത്തരം ഇടപാടുകൾ ഒരുപക്ഷെ പുതിയ തലമുറയിൽ എല്ലാവർക്കും പരിചിതമാവാം. പക്ഷെ അതിനുമപ്പുറം ഇത് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത നമ്മളെ കൂടുതൽ ജാഗ്രതപ്പെടുത്തേണ്ടി വരുന്നത് അതുതന്നെയല്ലേ? ഒരുപക്ഷെ ഈ വാർത്തയിൽ നമുക്ക് പ്രധാനമായും ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നതും ഈ കുടുംബങ്ങളിൽ എങ്ങനെ നമ്മൾ ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ മാറുന്ന യുവതലമുറയുടെ പുതിയ ചിന്താരീതി, ഇതല്ലേ നമ്മളെ ഏറ്റവും അധികം ജാഗ്രതപ്പെടുത്തേണ്ടി വരിക ഷംന? തീർച്ചയായും സജിത്ത്, അത് തന്നെയാണ്. ഇത് പുതിയ തലമുറയിലെ ഒരു വിഭാഗക്കാർക്കെങ്കിലും ചിലപ്പോൾ ഈ ഗ്രൂപ്പുകളും ഇതൊന്നും ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയൊന്നും ആവില്ല. പക്ഷേ സാധാരണക്കാരായ അമ്മമാർക്ക്, സഹോദരിമാർക്ക്, ഭാര്യമാർക്കൊക്കെ ഇത് തീർച്ചയായും അവരെ വേദനിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ആയ ഒരു വാർത്ത തന്നെയാണ്. ജാഗ്രത പുലർത്തുക എന്നതിനപ്പുറം നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം സ്വന്തം വീടുകളിൽ ഉൾപ്പെടെ നമ്മളറിയാതെ ഒരു ക്യാമറ കണ്ണുണ്ട് എന്ന് തന്നെ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് അങ്ങനെ തന്നെ നമ്മൾ അതിന് ജാഗ്രത പുലർത്തിയേ കഴിയും. പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ചിത്രങ്ങൾ മാത്രമല്ല, നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ചിത്രങ്ങൾ മോർഫ് ചെയ്ത് വരുന്നുണ്ട്, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് നമുക്ക് വിശ്വസിക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള, നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മളറിയാതെ ഒരു ക്യാമറ കണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ട് എന്ന് വിശ്വസിച്ച് അല്ലെങ്കിൽ അതിനെതിരെയാണ് നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ടെലിഗ്രാം അടക്കമുള്ള നിരവധി ആപ്പുകൾ ഉപയോഗിച്ച് നടക്കുന്ന ഇത്തരം മിസ്യൂസിങ് നമ്മൾ മുൻകാലങ്ങളിലും പലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ജാഗ്രതപ്പെടേണ്ടി വരുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ചിത്രങ്ങൾ പുറത്തു പോകുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ എന്താണ് നമുക്ക് ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ കഴിയുമോ എന്നതാണ്. സ്മിത സതീഷ്, സൈക്കോളജിസ്റ്റ്, നമുക്കൊപ്പമുണ്ട്. സ്മിത സതീഷ്, നമ്മളെ ജാഗ്രതപ്പെടുത്തേണ്ടി വരുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സൈബർ ഇടത്തെ ചതിക്കുഴികളുടെയും ചതിവലകളുടെയും കഥ നമ്മൾ പലതരത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷേ ഇവിടെ നമ്മൾ ജാഗ്രതപ്പെടേണ്ടി വരുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഇത്തരം ചിത്രങ്ങൾ പുറത്തു പോകുന്നുണ്ടോ എന്നതാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഉയർന്നു വരുമ്പോൾ നമുക്ക് എന്താണ് ഇതിനൊരു പ്രതിവിധി, എങ്ങനെയാണ് നമ്മൾ ജാഗ്രതപ്പെടേണ്ടത്? പലപ്പോഴും പല ദുരന്തങ്ങളിലേക്കും അഴിവെക്കുന്ന പല സംഭവങ്ങളും വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ പിൻചരിത്രത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം അനുഭവം ഉണ്ടായ കഥകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ തലമുറയ്ക്ക് പറ്റുന്നത്? നമ്മുടെ കുട്ടികളുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുമ്പുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ജൂനിയർ ജസ്റ്റിസ് ബോർഡിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ പലപ്പോഴും അങ്ങനത്തെ കേസുകൾ വന്നിരുന്നു. പക്ഷെ ഓരോ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറച്ചും കൂടി മുന്നോട്ട് വരും തോറും എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഇമോഷണലി അമ്മമാരുമായിട്ടുള്ള അച്ഛനും അവരുമായിട്ടുള്ള ഫാമിലി ആയിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ലെവലൊക്കെ കുറയാണ്. പിന്നെ പാരന്റ്സിന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും പോവാൻ. ഈ അഡോളസന്റ് ഏജിന്റെ ഒരു പ്രത്യേകത തന്നെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ അവർക്ക് കൂടുതലാണ്. അവർക്ക് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചു അല്ലെങ്കിൽ പുതിയൊരു വാഹനം വാങ്ങിച്ചു, അപ്പൊ നമുക്ക് അതിനൊരു ഷെയറിംഗ് ഉണ്ടാവും, എല്ലാവരെയും നമ്മൾ അറിയിക്കുക. നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ പാരന്റ്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇതാണ്. അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ഒരു കാര്യം, ഈ അഡോൾസൻസിന് പിയർ പ്രഷർ ഉണ്ടാവും. എടാ എനിക്കൊരു ലൈൻ ഉണ്ട്, അവളുടെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയക്കാം, അങ്ങനെ പറയുന്നതിലേക്ക് എത്തുന്നത് അതിന് മുമ്പ് ഇവരുടെ ഒരു ടോക്ക് വരുന്നുണ്ട്. നിനക്ക് എന്തിനു കൊള്ളാം, അവളെ കിട്ടിയിട്ട് നീ ഒന്നും ചെയ്തിട്ടില്ലേ, അങ്ങനെയൊക്കെ കുറെ ടോക്കുകൾ ഇവരെ വരുന്ന ചില കേസസ് കേട്ടോ, എല്ലാ കേസസും അല്ല, ചില കാര്യങ്ങൾ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ ആ സമയത്ത് മറ്റൊരാളുടെ മുമ്പിൽ അവർക്ക് ആവണം, എന്തെങ്കിലും അവരൊരു ഐഡന്റിറ്റി വരുന്നുണ്ട്, അവരെ അംഗീകരിക്കണം, അവരൊരു സംതിങ് സ്പെഷ്യൽ ആണെന്ന് വേണം. അപ്പൊ ഈ സമയത്ത് അവർ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഇവർക്കൊരു റെഡിയാണ്. അപ്പൊ അവരാരെ വേണമെങ്കിലും അവരുടെ ഫോട്ടോസ് വരുമ്പോൾ അവരതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. അതാണല്ലോ ആ ഒരു ഏജിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് നാലാള് പറയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് തോന്നും. ഈ ഒരു സംഗതിയും അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാരന്റ്സിനോടും എനിക്ക് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, കുട്ടികളോട് സംസാരിക്കുമ്പോൾ കുട്ടികളോടുള്ള ഇമോഷണൽ ലെവല് കുറച്ചും കൂടി ബെറ്റർ ആക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത്. കാരണം ആർക്ക് എന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇന്നത്തെ കുട്ടികൾ വളർന്നു വരുന്നത്.
പണ്ടത്തെ ഒരു സോഷ്യൽ രീതിയിൽ എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ കുറച്ചും കൂടി കൂടുതലായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയുടെ അങ്ങനെയല്ല. അവർക്ക് ആരും ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഒരാൾ വീണ് കിടക്കുകയാണെങ്കിൽ പോലും അത് ഇറ്റ്സ് ഓക്കെ, എന്റെ കാര്യം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്കും കുട്ടികൾ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കള് നമ്മുടെ സ്വന്തം അമ്മയുടെ ഇതിന്റെ ആണെങ്കിലും ഫോട്ടോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ക്യാമറ ബാത്റൂംസിൽ കൊണ്ടുപോയി വെക്കുന്ന ഇങ്ങനത്തെയൊക്കെ കേസസ് നമുക്ക് മുമ്പും വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഈ ഒരു പ്രാവശ്യം കണ്ടാൽ മതി, അപ്പൊ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് പോവും. അപ്പൊ അത് അങ്ങനെ വരുമ്പോ തന്നെ അത് സ്ക്രീൻഷോട്ട് ചെയ്യണോ, അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്യണോ, ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യങ്ങളാ. അപ്പൊ എല്ലാവരും ശരിക്കും ഞാൻ അയക്കുന്ന ഫോട്ടോ, ഇവൻ അയക്കുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞ ആരും കാണില്ലല്ലോ, ഞാനൊരു വ്യൂ വൺസ് ആണല്ലോ അയച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അയക്കുന്നവരും ഉണ്ട്. പക്ഷെ അത് സേഫ് അല്ല. അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യും, അപ്പൊ തന്നെ ഇവര് ഷെയർ ചെയ്യും. ഒരു ഷെയറിന്റെ സിൻഡ്രോം എന്ന് പറയാം. ഈ ഒരു രീതിയിലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും തങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, തങ്ങളുടെ അമ്മയ്ക്ക് അല്ലെ സഹോദരിക്ക് ഇതുണ്ടാക്കാൻ പോകുന്ന അവരുടെ ജീവിതകാലത്തിൽ അവർ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി തിരിച്ചറിയാതെയാണോ പലപ്പോഴും കുട്ടികൾ ഇത് ചെയ്യുന്നത്? അതല്ലെങ്കിൽ അത്തരം അവർക്ക് ഒരിക്കലും അറിയില്ല. കുട്ടികളുടെ ഒരു പ്രത്യേകത നമ്മൾ പറയും, ഇവരുടെ ബ്രെയിനിന്റെ കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ വളർച്ച ആവുന്നില്ല. എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് ചിന്തിക്കാനുള്ള കഴിവുകൾ കുട്ടികൾക്ക് ഇല്ല. അവരുടെ ഇമോഷണൽ സൈഡ് ഇപ്പൊ നമ്മൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വളരെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കാം. ഒരു സ്റ്റേജില് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടി വീഴുന്നു. ആ കുട്ടിയെ ഒന്നും നോക്കാതെ ബാക്കിയുള്ളവർ നൃത്തം ചെയ്യുന്നു. അപ്പൊ അവിടെ പണ്ടത്തെ ഒരു കാലത്താണെങ്കിൽ ഇങ്ങനെയാണോ ഉണ്ടാവുക? ആ ഒരു കുട്ടി വീണ സമയത്ത് നമുക്ക് ഡാൻസ് ഒന്നും പ്രധാനമല്ല, ആ കുട്ടിയെ സഹായിക്കണം. ഇപ്പൊ എന്താണ് കാര്യം? എനിക്ക് A+ വേണം, അല്ലെങ്കിൽ A ഗ്രേഡ് വേണം, ഒരുപാട് പൈസ ചെലവാക്കിയിട്ടാണ് ഒരു മത്സരത്തിന് പോകുന്നത്. അപ്പൊ ഇമോഷണൽ ലെവൽ എന്ന് പറയുന്നത് ഒട്ടും ബാധിക്കാണ്ടായിരിക്കണം. അവർക്ക് വിഷമം ഒരാളെ ഏൽക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, സ്വാധീനിക്കപ്പെടുന്ന ഒരു പ്രായമാണ് അഡോൾസെന്റ് ഏജ്. അഡോൾസെന്റ് ഏജില് അവർക്ക് അവരെ അംഗീകരിക്കപ്പെടണം എന്നുണ്ട്. പിന്നെ എന്ത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഫിലിം ആണെങ്കിലും എന്തിനാണെങ്കിലും ഈവൻ അത്രയും അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ് നമുക്കറിയാലോ. ഇപ്പൊ തെറിയൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പേരെടുത്ത് വിളിക്കണ മാതിരിയാണ് ഇപ്പൊ അത് വന്നിരിക്കുന്നത്. അപ്പോ ആ രീതിയിൽ പറയണ സമയത്ത് ഞാനെന്തോ ആയി, എനിക്കിത് പറയാൻ പറ്റി. അപ്പൊ അവരുടെ ഇടയിലേക്ക് അംഗീകരിക്കപ്പെട്ടു. കാരണം ഇങ്ങനത്തെ കോഡ് ലാംഗ്വേജിൽ കൂടി അവർ സംസാരിച്ചു വരും. കാരണം ഇതൊക്കെ പറയാൻ അറിയണം. ഇല്ലെങ്കിൽ എന്താണ്, ഇവൻ എന്ത് ഡ്രഗ്സ് ആണെങ്കിൽ പോലും കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരാളാണോ, എന്നാ മതിയെന്ന്. ഇതേമാതിരി തന്നെയാണ് ഇതിലേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ അംഗീകരിക്കപ്പെടണം, എന്റെ പിയർ ഗ്രൂപ്പിന്റെ ഉള്ളിലേക്ക് ഞാനൊരാളാവണം. ഇതൊക്കെ മാത്രമാണ്. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ കാര്യം, എത്ര ഫോട്ടോസ് കൊടുക്കാൻ പറ്റും? ഞാൻ കൊടുക്കുന്ന ഫോട്ടോസ് ആണ് ഏറ്റവും ബെസ്റ്റ് എങ്കിൽ എനിക്കാണല്ലോ കൂടുതൽ ആൾക്കാരെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്ത് എല്ലാവരും എന്നെ നോക്കും. ഇത്തരത്തിലുള്ളൊരു മാനസിക പ്രശ്നം കുട്ടികളുടെ ഇടയിലുണ്ട്. ഇത് വലിയവരുടെ ഇടയിലും ഉണ്ട്. പക്ഷെ കുട്ടികളുടെ ഇടയിൽ നമ്മൾ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരുടെ വളർച്ചയുടെ ഈ ഒരു ഇതില് ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കുറവാണ്. ഇത് ഈ പലപ്പോഴും നമ്മൾ ഈ ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പല തട്ടിപ്പുകളും പല തരത്തിലുള്ള ഇത്തരം ശ്രമങ്ങളൊക്കെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന തരത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ കുടുംബങ്ങൾക്കകത്ത് നടത്തേണ്ടി വരുന്ന ഒരു ജാഗ്രത, അല്ലെങ്കിൽ ബോധവൽക്കരണം, അതെങ്ങനെയാണ്? ഒരുപക്ഷെ അത് നമുക്ക് അച്ഛനമ്മമാർ എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു എന്നത് അവരെ സംബന്ധിച്ചും കൂടുതൽ നിരീക്ഷണം വേണ്ട, അല്ലെങ്കിൽ കൂടുതൽ ബോധതലങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു പ്രശ്നം കൂടിയായി മാറുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഈ ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൊറോണയുടെ ഒരു സമയത്തായിരുന്നു. വളരെ ചെറിയ കുട്ടികൾ, വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ ഫോൺ വീഡിയോസും ഫോൺ സൈറ്റിൽ എത്തിയ പ്രശ്നങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഫോൺ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്താണ് വെച്ചാൽ അതിലേക്ക് എത്താനുള്ളത്. അപ്പൊ കുട്ടികളുടെ കയ്യിൽ ഇത് കിട്ടുമ്പോഴാണ് ഇവരിങ്ങനെ ഓരോന്നിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോ എങ്ങനെയാണ് ഇതിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോൺ ആ കൊറോണ കാലത്ത് കുട്ടികളുടെ കയ്യിൽ വന്ന ശേഷം ഫോൺ തിരിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. കുട്ടികൾ അതിനോട് ഫോൺ വേണം, ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള നോട്ട്സ് അതിൽ നിന്നാണ് വരുന്നത്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇപ്പൊ നോട്ട്സ് ഒന്നും ഇങ്ങനെ കൊടുക്കുന്നില്ല. പലപ്പോഴും എളുപ്പത്തിന് വേണ്ടി ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് നോട്ട്സ് കൊടുക്കും ഇപ്പോഴും. പക്ഷെ അത് വേണ്ട. നോട്ട്സ് ഒക്കെ കുട്ടികൾ സ്കൂളിൽ നിന്ന് തന്നെ എഴുതിയെടുക്കണം. അങ്ങനെ മൊബൈൽ ഫോൺ വഴിയുള്ള നോട്ട്സ് ഷെയറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഇനിയെങ്കിലും അത്
നിർത്തണം. അതുണ്ടെങ്കിൽ പാരന്റ്സിനെ അറിയാനുള്ള ഒരു സംവിധാനം വേണം. പിന്നെ പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലുള്ള കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് വേണം. പലപ്പോഴും സ്കൂളുകളിൽ ഒരു പ്രോഗ്രാമിനും മീറ്റിങ്ങിനും വെച്ചാൽ പാരന്റ്സ് അത് പറയുന്ന ആൾക്കാർ വരുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി വലിയ ഫോൺ വാങ്ങിച്ചു കൊടുക്കുക, വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിലയേറിയ സമയം കൊടുക്കുക എന്നുള്ളതും കൂടി പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഇത് ഇവര് 4 ഷാഡ്യം പിടിക്കും. ഫോൺ ഇപ്പൊ ഇവര് മാക്സിമം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോണ് ഉപയോഗിക്കേണ്ടെന്ന് പറയും. അതെങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് ഒരു പിടിച്ചു വിളിച്ച് വാങ്ങല, അല്ലെങ്കിൽ ഈ പറയില്ലേ പാരന്റ്സ് കയറി അങ്ങോട്ട് തല്ലി തകർത്ത് കുട്ടികളെ ഇതാക്കും. ഇതുകൊണ്ടൊന്നും കുട്ടികൾ ശരിയാവാൻ പോകുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ റിബൽ ആവാനുള്ള ഒരു ഇതാ വരുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ഇത്ര സമയം വരെ ഫോൺ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞ ഫോൺ എടുത്ത് മാറ്റാൻ നമുക്ക് പറ്റണം. പിന്നെ ചില പാരന്റ്സ് പറയുന്ന ഒരു കാര്യം, അവർക്ക് അറിവ് ഇപ്പോഴും കുറവുണ്ട്. മോന്റെ ഫോണിൽ അല്ലെങ്കിൽ മോളുടെ ഫോണിൽ സിം ഇടാനുള്ള സൗകര്യം ഇല്ലല്ലോ, പിന്നെന്താണ്. അപ്പൊ ഹോട്ട്സ്പോട്ട് വെച്ചിട്ട് കുട്ടികൾ പാരന്റ്സിന്റെ ഫോണിൽ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇത് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ പാരന്റ്സിന് ഇതിനെ കുറിച്ചിട്ട് ഒരു അറിവാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ AI ഒക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, കുട്ടികളുമായിട്ട് നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്വാളിറ്റി ടൈം ഉപയോഗിക്കുന്ന സമയത്ത് നീ എന്താടാ അങ്ങനെ ചെയ്യാഞ്ഞ്, ഇങ്ങനെ എന്താ പറഞ്ഞൊരു കമ്പാരിസൺ നടത്താനോ കുറ്റങ്ങൾ പറയാനല്ല, കുട്ടികളെ കേൾക്കാനും മനസ്സിലാക്കാനും അവരുമായിട്ട് ഒരു സ്നേഹം ഉണ്ടാവും. എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ അച്ഛന് വേദനിക്കണോ, അത് ആ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് അറിയണം. ഇത് വേറെ ആരുടെ അച്ഛനാണ്, വേറെ ആരുടെ അമ്മയാണ് എന്നുള്ളൊരു ലെവലിലേക്കാണ് വന്നത്. ഇത് സ്വന്തം വീട്ടിൽ, അത് മാത്രമല്ല, അത് ഈവൻ അപൂർവ കേസസിലാണ് പാരന്റ്സുമായിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഇങ്ങനെ ഒരു സെക്ഷൽ ഇഷ്യൂസ് ഉണ്ടാവുന്ന കേസസ് വരാറുണ്ട്. ഇപ്പോ ഈ അടുത്ത് ഞാൻ തന്നെ കുറെ കേസസിൽ വന്നിരിക്കുന്നതിൽ സ്വന്തം വീട്ടിൽ തന്നെ, അത് മുമ്പുള്ളതാണ്, പക്ഷെ കുറച്ചും കൂടി കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സെക്ഷൽ അവരുടെ ചേഞ്ചസ് വരുന്ന സമയത്ത് വീടുകളിൽ തന്നെ ഇത്തരം അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന സ്ഥിതികളും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതുകൂടാതെ എനിക്ക് പറയുന്ന പാരന്റ്സിനോട്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത്? നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ ഒപ്പം നമുക്ക് 24 മണിക്കൂർ നോക്കിയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കൊടുക്കുന്ന സമയം അവരുടെ അടുത്ത് ഇരിക്കണം, അവരെന്താണെന്ന് മനസ്സിലാക്കണം. കാരണം എത്രയൊക്കെ പറഞ്ഞാലും ഈ കുട്ടികളുടെ അടുത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മളൊരു ജൂനിയർ ജസ്റ്റിസ് ബോർഡിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും നമുക്കറിയാം പല ക്രൈമിൽ പെട്ടിട്ടുള്ള കുട്ടികളും വരുന്നതാണ്. അവിടെ വരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അവരുടെ അടുത്ത് കൊടുക്കുന്ന ക്വാളിറ്റി ടൈമിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏത് നേരവും നിനക്ക് വേണ്ടി ഇത്ര ഇതാക്കി, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടു, ഇങ്ങനെ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താണോ പ്രശ്നം അത് പറയാം. നിങ്ങൾ വളർന്നു വന്ന സാഹചര്യവും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഇന്നത്തെ തലമുറയ്ക്ക് ഇത് കേൾക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെയല്ല, ഈ ഒരു തലമുറയുടെ അനുസരിച്ച് അവരുടെ ഒപ്പം നിന്ന് നമുക്ക് വളരാനുള്ള ഒരു സാഹചര്യം. തെറ്റിനെ തെറ്റാന്ന് പറയണം. ഇനി ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഫോൺ എടുക്കരുത്. നമ്മളപ്പോ അവരെ ഷാഡ്യം പിടിച്ചു കഴിഞ്ഞാൽ ഫോൺ തിരിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് അറിയാം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പൊ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണം. ഇനി കുട്ടികൾ അതിലേക്ക് അഡിക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിടിച്ചു വലിച്ചു വാങ്ങാനല്ല, നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടും. പ്രത്യേകം എടുത്ത് പറയുന്നത് കമ്പാരിസൺ അരുത്. വേറൊരു കുട്ടിയെ വെച്ച് കമ്പാരിസൺ ടോക്കല്ല ക്വാളിറ്റി ടൈമിൽ വേണ്ടത്. എന്തായാലും വളരെ നന്ദി സ്മിത സതീഷ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. കുടുംബങ്ങൾക്കകത്ത് വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യമാണ്. ഒന്ന് തുടരുക, ഒരു 20 സെക്കൻഡ് വേഗത്തിലൊരു ഇടവേള, മടങ്ങി വരാം. നമ്മോടൊപ്പം മന്ത്രി VN വാസവൻ ചേരുന്നു. എനിക്ക് അമിതമായ അവകാശവാദമൊന്നുമില്ല. ഞാനതിന് നാൾ വഴികൾ പറയാം. നിങ്ങൾ തീരുമാനിക്കുക ആരുടെ കുഞ്ഞാണ്. 1996 അധികാരത്തിൽ വന്ന EK നയനാർ ഗവൺമെന്റ് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി നിയോഗിക്കുകയുണ്ടായി. അതിന്റെ പഠന റിപ്പോർട്ട് വന്ന് അത് പൂർത്തീകരിച്ച വിനോദുണ്ട്. വിനോദ്, നമ്മൾ ഈ പോലീസ് ഇത്തരം സൈബർ വിഷയങ്ങളിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയാണ്. പുതിയ കാലഘട്ടത്തിൽ അത് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നിരവധി പരാതികളും മുൻകാലങ്ങളിൽ ഇത്തരം വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബങ്ങൾക്കകത്ത് തന്നെ ഇത്തരം നടക്കുന്ന അനുഭവങ്ങൾ, അത് യഥാർത്ഥത്തിൽ നമ്മുടെ സൈബർ വിങ്ങിന്റെ ശ്രദ്ധയിലുണ്ടോ? അത്തരം പരാതികൾ പോലീസിന് ലഭിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? അത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ വിനോദ്? സൈത്ത്, ഇത് 2 തരത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഒന്ന്, ഇപ്പോഴത്തെ പുതിയ കാല സാങ്കേതിക വിദ്യ, അതിപ്പോൾ AI ഉപയോഗിച്ച് ഇല്ലാത്ത ആളുകളുടെ തന്നെ ചിത്രങ്ങൾ, അങ്ങനെ ജനിക്കുക പോലും ചെയ്യാത്ത ആളുകളുടെ ചിത്രങ്ങൾ തയ്യാറാക്കുകയും ഇപ്പോൾ കേരളത്തിലെ ഒരാളെന്ന് തോന്നിക്കുന്ന തരത്തിൽ ആ തരത്തിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതി,
അതിൽ പോലീസിന് നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ, സൈബർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അതിൽ പോലീസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. കാരണം അത് സംബന്ധിച്ചൊരു പരാതി വരികയോ ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താനുള്ള സാഹചര്യമോ അതിന് ആ അന്വേഷണത്തിന് അടിസ്ഥാനമായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതിയാണ്. അങ്ങനെ ഒരു പരാതി വരാനുള്ള സാധ്യതയില്ല. മറ്റൊന്ന്, ഈ വീടുകളിലെ ചിത്രങ്ങൾ അത് അത്യന്തം ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിലും പരാതികൾ ഉണ്ടെങ്കിൽ മാത്രം പോലീസിന് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം ഇടങ്ങളിൽ, സൈബർ ഇടങ്ങളിൽ വരുന്നത് മക്കൾ തന്നെ അമ്മയുടെ ചിത്രം പ്രചരിപ്പിക്കുക, സഹോദരിമാരുടെ ചിത്രം പ്രചരിപ്പിക്കുക, ഭർത്താവ് ഭാര്യയുടെ ചിത്രം പ്രചരിപ്പിക്കുക, ഈ തരത്തിലുള്ള പ്രവണത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കോട്ടയത്തൊക്കെ ഈ ഭാര്യമാരെ വെച്ചു മാറുന്ന സംഘങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് ഇത്തരം തെറ്റായ, തീർത്തും ലജ്ജാവഹമായ, നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ നടക്കുന്നുണ്ട്. അതിലും പോലീസ് ഉദ്യോഗസ്ഥർ, സൈബറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിച്ചത്, അവർ ഈ വാർത്ത വരുമ്പോഴും നമ്മളോട് അവർ പ്രതികരിച്ചത്, പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കും. അവർ തന്നെ പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിനിമാ നടൻ്റെ പേരിൽ ഒരു ഫാൻ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ അത് ആ സിനിമാ നടൻ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹവുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമാ നടൻ അതിനെ അനുകൂലിക്കും. കാരണം അദ്ദേഹത്തിന് സൗജന്യമായി കിട്ടുന്ന ഒരു പ്രചരണവും അങ്ങനെയുള്ള ഒരു പബ്ലിസിറ്റിയുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പരാതി വരില്ല. അതേസമയം അത്തരമൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഒരു ചലച്ചിത്ര താരത്തെ, നമ്മളൊരു ഉദാഹരണം പറയുന്നതാണ്, ആ ചലച്ചിത്ര താരത്തെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടാകുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളോ അദ്ദേഹത്തിൻ്റെ ഫാൻ കൂട്ടായ്മയോ എന്ന പേരിൽ സഹായിക്കാനെന്ന രൂപേണ അവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും അതിന്മേൽ പരാതി വരികയും ചെയ്താൽ തീർച്ചയായും സൈബർ പോലീസിൻ്റെ അന്വേഷണവും ഇടപെടലും ഉണ്ടാകും. അതുതന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ MDMA അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയൊക്കെ ഉപയോഗം, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതിലേക്ക് പുതുതലമുറ ചെന്ന് വീഴുന്നത് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗം, അതിൻ്റെ വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. ഇവിടെയും അത്യന്തം ഗൗരവമായി കാണേണ്ടത് സഹപാഠികളുടെ ചിത്രങ്ങൾ, അതും ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. പ്രണയിക്കുന്ന ആളുകൾ, അവരുടെ അങ്ങനെ ഉള്ള ആളുകൾ അവരുടെ ഈ സുഹൃത്തിൻ്റെ ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ഇതെല്ലാം തന്നെ അവർ ചേർക്കുന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ ഇവരെ ഷെയർ ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് ഇത്തരം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അവർ നടത്തുന്ന കമൻറ്റുകൾ, ഇതെല്ലാം തന്നെ ഗൗരവമുള്ളതാണ്. അത് കമൻറ്റുകൾ മാത്രമായി അവശേഷിക്കുന്നില്ല. പലപ്പോഴും ഇത് വഴിവിട്ട കാര്യങ്ങളിലേക്ക് നീളുന്നു എന്നത് പോലീസ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്ന കാര്യമാണ്. അതാണ് കോട്ടയത്ത് ഏറ്റവും ഒടുവിൽ വലയിലായ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭർത്താവ് തന്നെ ഭാര്യയെ നിർബന്ധിച്ച് മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഭർത്താവ് തന്നെ നിർബന്ധിച്ച് അവരെ തള്ളിവിടുന്ന ഒരു കാഴ്ച, അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, അവിടെ തുടങ്ങുന്ന പോലീസിൻ്റെ അന്വേഷണം, അത്തരത്തിലുള്ള ചതിവലകൾ സൈബർ ലോകത്തുണ്ട്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, AI ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പോഴത്തെ പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കെണികൾ, അല്ലെങ്കിൽ ആ തരത്തിൽ ആളുകളെ ആകർഷിച്ച് അവിടെ പണം നേടാൻ വേണ്ടി, ഇത് പലതും പണം നൽകി അതിനകത്ത് വരിക്കാരായി തുടർന്ന് പോകാനുള്ള സൈറ്റുകളുണ്ട്. പണം ഇങ്ങനെ ആളുകളിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി, ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഒരു വശത്ത് AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു, മറുവശത്ത് ഇങ്ങനെ കുടുംബങ്ങൾക്കുള്ളിൽ തന്നെ ആ കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാകുന്ന, അതിന് വൈകാരികമായ ഒരു ബന്ധവും. ശോഭ ജോസഫ് നമുക്കൊപ്പമുണ്ട്. ശോഭ ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ മലയാളികൾ മുമ്പ് ഇത്തരത്തിൽ അവരുടേതെന്ന് സാമ്യം തോന്നുന്ന ഒരു ചിത്രം ഈ ഇത്തരം പോൺ ഗ്രൂപ്പുകളിൽ പങ്കുവെച്ച് അത് മൂലം ജീവിതം അങ്ങേയറ്റം ക്ലേശകരമായ ഒരു വനിതയാണ്. അവരാണ് നമുക്കിപ്പമുണ്ട്. ശോഭ ജോസഫ്, ഈ താങ്കളുടെ അനുഭവം നമുക്കറിയാം. ഞങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ചിത്രങ്ങൾ പുറത്തുവിട്ട് കുടുംബങ്ങളിൽ പുതിയ കാലങ്ങളിൽ കുട്ടികൾ ഉണ്ടാക്കുന്ന അവരുടെ മാനസികാവസ്ഥയുടെ ഒരു പുതിയ സാഹചര്യമാണ് നമ്മൾ നേരിടുന്നത്. ഇത്തരമൊരു സാഹചര്യം താങ്കളുടെ ഒരു പശ്ചാത്തലവുമായി കൂട്ടിവെക്കപ്പെടുമ്പോൾ പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു അനുഭവം എന്താണ്? കുട്ടികളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ, ഞാനൊരു കുട്ടിയായിട്ട് നിന്നല്ല ഞാനത് ഫേസ് ചെയ്തത്. കുട്ടികൾക്ക് വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്. ഇപ്പം ഈ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങൾ വഴി കുടുംബം ഒന്നല്ല, സമൂഹത്തെയും കുട്ടികളെയെല്ലാം വളരെയേറെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണിപ്പോ ഇത്.
എന്റേതിപ്പോ 10 വർഷം ആകുന്നു, 9 വർഷം ആകുന്നു. 9 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടായിരുന്നില്ല സമൂഹത്തിനാണെങ്കിലും. ഇത് ഇടപെടുന്ന അല്ലെങ്കിൽ ഇത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് കോടതിക്കോ പോലീസിനോ ഒന്നും ധാരണയില്ലാത്ത ഒരു കാലത്താണ് ഞാന് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തത്. ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കേൾക്കുമ്പോ എല്ലാവർക്കും ഫൈറ്റ് ചെയ്തെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുക എന്ന് എല്ലാരും പറഞ്ഞാലും ഒറ്റയ്ക്ക് നമുക്ക് പറ്റില്ല. നമുക്ക് പോലീസിന്റെ, കോടതിയുടെ, ഫാമിലിയുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം ഇത് കണ്ടെത്താൻ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. എന്റേത് തന്നെ നാല് തവണ കോടതിയിൽ നിന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷന് കൊടുത്ത് 5-ാം തവണയും എടുത്തിട്ടും എനിക്ക് എല്ലാ കാര്യവും അത് പൂർത്തീകരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരു വലിയ ഇതാണ്. പിന്നെ ഇത് തെളിയിക്കാൻ പറ്റി, ഇത് ഞാനല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയൊരു കാര്യമാണ്. ഇത് ഈ പലപ്പോഴും നമ്മൾ പറയും അന്ന് തന്നെ ഈ സാമ്യം തോന്നുന്ന ഒരു ചിത്രം പ്രചരിക്കപ്പെടുന്ന കാര്യം തിരിച്ചറിഞ്ഞ് പിന്നീട് ഈ പ്രതിസന്ധിക്ക് ഉണ്ടായപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. അതിനുശേഷമാണ് ഈ 10 വർഷത്തെ കാത്തിരിപ്പൊക്കെ വേണ്ടി വന്നത്. ഇതിന് സമാനമല്ലേ ഈ പറഞ്ഞ ചിത്രവും? അതായത് പലപ്പോഴും കുടുംബങ്ങളിൽ നിന്നൊക്കെ ഈ ചിത്രങ്ങളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചറിഞ്ഞപ്പെട്ട് അത് മിസ്യൂസ് ചെയ്യപ്പെട്ട് വരുമ്പോഴേക്കും ഒരു കുടുംബം തന്നെ ശിഥിലമാകുന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയേക്കാം. അതെ, തീർച്ചയായും കുടുംബം ശിഥിലമാകുന്ന അവസ്ഥയിലേക്ക് പോകും. പിന്നെ ഇത് വൈകി പോവുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളത്, അല്ലെങ്കിൽ പോലീസ് സംവിധാനങ്ങള് നമ്മൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അത് നല്ല എഫിഷ്യന്റ് ആയ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പോലീസും നിയമവും എല്ലാവരും ഇതിനോട് കൂടി ചേർന്ന് ഇത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു മെസ്സേജ് ഇത് പ്രചരിപ്പിക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത് ഇരയായി നിൽക്കുന്നവർക്കും എല്ലാം കൂടെ നിൽക്കുവാണെങ്കിൽ ഇതിന്റെ കുറെ ഒരു വ്യാപ്തി കുറയും എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യെസ്, അതാണ് ശോഭ ജോസഫിന്റെ അനുഭവം. അതാണ് അവർക്കുണ്ടായ അനുഭവം. അത് കേരളം മുമ്പ് ചർച്ച ചെയ്തതാണ്. അത് പലവട്ടം, അതായത് സ്വന്തം ചിത്രത്തിനോട് സാമ്യമുള്ള ഒരു വീഡിയോ പ്രചരിച്ചതിന്റെ പേരിൽ ഒരു കുടുംബം തന്നെ ഇല്ലാതായിപ്പോയി. പിന്നെ അത് നിയമപരമായി അത് ഫൈറ്റ് ചെയ്ത് വിജയം നേടിയൊരു വനിതയാണ് ശോഭ ജോസഫ്. അവരുടെ അനുഭവമാണ് കണ്ടത്. എന്തായാലും ഇന്ന് പ്രേക്ഷകർ കണ്ടത് ഈ ടെലിഗ്രാം ആപ്പ് വഴി ഉപയോഗിച്ച് നടക്കുന്ന തട്ടിപ്പ്. അത് മുമ്പ് പലതരങ്ങളിൽ കണ്ടതിലും സ്വന്തം കുടുംബങ്ങളിൽ തന്നെ ഇത്തരം ചിത്രങ്ങൾ പുറത്തു പോകുമ്പോൾ അതുണ്ടാക്കുന്ന വെല്ലുവിളിയാണ്. നമുക്ക് ഒരിക്കൽ കൂടി കാണാം എന്താണ് ഇത് പുതിയ കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളി, എന്താണ് ഈ തട്ടിപ്പ്. കാണാം. സമൂഹ മാധ്യമങ്ങളിലെ ചതിക്കുഴികളുടെ അനുഭവങ്ങൾ പലതും നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ മനസാക്ഷി മരവിച്ചു പോകുന്ന കെണികളുടെ പുതിയ ഏടുകളിലേക്കാണ് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഷെയർ ചെയ്യുന്ന ചിത്രങ്ങൾ ടെലഗ്രാം വഴി വിൽക്കപ്പെടുന്നു. എങ്ങനെയെന്ന് നോക്കാം. സമൂഹ മാധ്യമങ്ങളിലെ പലതരത്തിലുള്ള ചതിക്കുഴികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന ഈ ഇടപാടുകൾ ആരെയും ഞെട്ടിക്കും. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ അറിയാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലൈംഗിക താൽപര്യത്തോടെ ടെലഗ്രാം അക്കൗണ്ടുകളിലൂടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല ഇത്തരം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും. സ്വന്തം വീടുകളിലെ അമ്മമാരുടെയോ സഹോദരിമാരുടെയോ സ്വന്തം ഭാര്യയുടെയോ ചിത്രങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നവരുണ്ടെന്നതാണ് ഭയാനകം. മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സേഫാന്ന് കൊടുത്ത് ആൾക്കാർ അയക്കുന്ന, എന്ന് വെച്ചാൽ ഗേൾസ് അയക്കുന്ന ഫോട്ടോസും അവരുടെ പ്രൈവറ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് മിക്കത് ലീക്കാവുന്നത്. ഇത് ലീക്കാവുന്ന പറഞ്ഞാൽ ഡിസപ്പിയറിങ് മെസ്സേജസ്, വാനിഷ് മോഡ് ഇപ്പം വാനിഷ് മോഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാമിലുണ്ട്, ഡിസപ്പിയറിങ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്നാപ്ചാറ്റിലുണ്ട്. അപ്പോൾ ഈ സ്നാപ്ചാറ്റിൻ്റെ അകത്തുനിന്ന് വന്ന ഈ ഡിസപ്പിയറിങ് മെസ്സേജസ് എന്ന് പറഞ്ഞാൽ സാധനമല്ല, ഇവർ ഡിസപ്പിയർ ആയി പോകുമെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിന് അയക്കുന്നതോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അയക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം സ്നാപ്ചാറ്റിലും ഇൻസ്റ്റാഗ്രാമിലും ഈ പറഞ്ഞ ടെലഗ്രാമിലും എല്ലാം അയക്കുന്നത്
തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇവർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അല്ലെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് അതാണ് മെയിനായിട്ട് ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിന്റെ ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ആക്കുന്നത്. ഇതൊരു ടെലഗ്രാം അക്കൗണ്ടിന്റെ ചാറ്റാണ്. എൻ്റെ അമ്മയെ തരാം, നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ. ഇതിന് ശേഷം വരുന്ന കമന്റുകൾ എത്രത്തോളം അശ്ലീലത നിറഞ്ഞതാണോ അതനുസരിച്ച് ഇതിന്റെ താഴെ ഇനി ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ വീട്ടിലെ ഹോംലി പിക്ക്, നിങ്ങളുടെ സഹോദരിമാരുടെ പിക്ക്, നിങ്ങളുടെ ഭാര്യയുടെ പിക്ക്, അമ്മമാരുടെ പിക്കൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അമ്മയുടെ ചിത്രം പങ്കുവെച്ച ഒരു മകന്റെ ചാറ്റാണിത്. അതിന് താഴെ എത്രത്തോളം മോശമായി, എത്രത്തോളം അശ്ലീലത കലർത്തി ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്ന കമന്റുകളാണ് താഴെ വരുന്നത് മൊത്തം. അതിനുശേഷം ഈ അമ്മയുടെ തന്നെ മറ്റ് പല ചിത്രങ്ങളും ഈ മകൻ പങ്കുവെക്കും. ക്ലാസ്സിലെ ഫ്രണ്ട്സിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുന്ന കുട്ടികളുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട് എന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ്. സ്വന്തം എൻ്റെ പെണ്ണ് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിന് താഴെ പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രത്തോളം അശ്ലീലത നിറഞ്ഞ, ലൈംഗികത നിറഞ്ഞ സംഭാഷണങ്ങളാണ് ഈ ചാറ്റുകൾ ഉടനീളമുള്ളത്. ഇതിന് താഴെ എത്രത്തോളം നിങ്ങൾ മോശമായി ഈ ഫോട്ടോയ്ക്ക് കമന്റ് ഇടുന്നോ അതനുസരിച്ച് താഴെ വീണ്ടും ഈ കുട്ടിയുടെ തന്നെ ഫോട്ടോസ് വന്നുകൊണ്ടേയിരിക്കും. 100 കണക്കിന് ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ളത്. അതിൽ തന്നെ കൗമാരക്കാരായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതുണ്ട്, മുസ്ലിം പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമുള്ളത്, അമ്മമാർക്ക് വേണ്ടി മാത്രമുള്ളത്, യുവതികളുടേത്, അങ്ങനെ പ്രത്യേകം ഗ്രൂപ്പുകളുണ്ട്. റേപ്പ് വീഡിയോകൾ വരെ ലഭ്യമാണ്. ഈ ചിത്രങ്ങൾ മെയിൻ ഗ്രൂപ്പുകളിലാണ് ആദ്യം എത്തുന്നത്. ശേഷം ടെലഗ്രാം AI ബോട്ടുകൾ വഴി മോർഫ് ചെയ്ത് പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളിൽ പലതും പണം ലഭിച്ചാൽ മാത്രം ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ ഷെയർ ചെയ്താൽ കിട്ടുന്ന ഗ്രൂപ്പുകളാണ്. അതുമല്ലെങ്കിൽ ഭാര്യ, അമ്മ, പെങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവരെ വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കണം. 1000 കണക്കിന് അംഗങ്ങളാണ് ഓരോ ഗ്രൂപ്പുകളിലുമുള്ളത്. ഗ്രൂപ്പുകൾ പലതും അതീവ സുരക്ഷ നേടി പ്രവർത്തിക്കുന്നതാണ്. സൈബർ സെല്ലിന് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വെല്ലുവിളിച്ചാണ് ഗ്രൂപ്പുകൾ സജീവമാകുന്നത്. നിങ്ങളറിയാതെ പിന്തുടരുന്ന ചതിക്കുഴികൾ കരുതിയിരിക്കാം. സ്വന്തം വീടിനുള്ളിലും സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കുന്നതിലും ഏറെ ജാഗ്രത പുലർത്തണമെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആയിഷത്തുൽ ഷംന, ന്യൂസ് 18. ഷംന തുടരുന്നുണ്ട്. ഷംന, നമ്മൾ നമ്മുടെ ഇതിൽ പ്രതികരിച്ചത് ആ ഗ്രൂപ്പിൽ അംഗമായുള്ള ഒരാളുടെ പ്രതികരണം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത്, ഇതിന് ശേഷം സംസാരിച്ച പല സൈക്കോളജിസ്റ്റ് അടക്കമുള്ളവർ ഇത് കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകളെക്കുറിച്ച് സംസാരിച്ചു. പുതിയ കാലത്തിലുണ്ടാകുന്ന ഈ പ്രതിസന്ധി ഇത് എത്ര കണ്ട് രൂക്ഷമായി ഗ്രൂപ്പുകളിൽ ഇപ്പോഴും ഇത് തുടരുന്നുണ്ട്. ഇതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഇയാളുടെ വ്യക്തികളുടെ ഐഡന്റിറ്റി അത് ഹൈഡ് ചെയ്യപ്പെടുന്നു എന്നതാണോ ഇത്തരം ചാറ്റുകളുടെ ഒരു സാഹചര്യം? യെസ്, ഷംനയിലേക്ക് വരാം. ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട്, ഇത്തരം ടെലിഗ്രാം അടക്കമുള്ള ആപ്പുകൾ മിസ്യൂസ് ചെയ്യപ്പെട്ട് നടക്കുന്ന പല കാഴ്ചകളും നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്, മുമ്പും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറം ഈ കുടുംബങ്ങളിൽ കുട്ടികൾ തന്നെ തങ്ങളുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ അമ്മമാരുടെ, പെങ്ങന്മാരുടെ ചിത്രമൊക്കെ ഇതിലേക്ക് അയക്കുന്നു എന്നാണ് ഇത്തരം ചാനൽസിൽ നിന്നുള്ള ചാറ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിന് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഉണ്ടാവാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ വിനോദ്? ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിയമപ്രകാരം നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. സൊസൈറ്റൽ ആയിട്ടുള്ള സാമൂഹ്യ നിയമങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാര്യം ആണ് ഒന്ന്. 2, ഇതൊരു പുതിയ കാര്യമല്ല, എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പുതിയ ടെക്നോളജി വരുമ്പോൾ കാര്യങ്ങൾ കുറെ കൂടിയൊക്കെ ഈസി ആവുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ സോഷ്യൽ മീഡിയയും ഇതുപോലത്തെ ടെക്നോളജി ഒക്കെ ആയിട്ട് കൂടുതൽ ബന്ധം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ അതിലേക്ക് എടുത്തു ചാടപ്പെടും. അവിടെ കാര്യമായിട്ടുള്ള പ്രശ്നം 10,000 രൂപ കൊടുത്ത് മൊബൈല് വാങ്ങാനുള്ള സാമ്പത്തിക കപ്പാസിറ്റി ഉള്ളവർക്ക് അല്ലെങ്കിൽ അത്തരം മൊബൈലുകൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക കപ്പാസിറ്റി ഉള്ളവർക്ക് അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്തത് എന്ന വിദ്യാഭ്യാസം കൊടുക്കാൻ
അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ആ ഒരു അവയർനെസ് ഇല്ല എന്നുള്ളതാണ്. ഇതിലത്തെ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ പറയുന്ന കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളത് അടുത്ത ചോദ്യം. അത് വേറെ കാര്യം. അത് അച്ഛനമ്മമാരുടെ ഒരു സങ്കടമാണ്. ഇപ്പോ ഇതില് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് അടങ്ങിയിട്ടുണ്ട്. അതായത് പലർക്കും തന്നെ പറയട്ടെ, ഒരുപാട് പേർക്ക് ഒരു ധാരണയുണ്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് തെറ്റാണത്. ഒരുപാട് കേസുകൾ ഇന്ത്യയിലെ, ലോകത്തിലെ പല സൈബർ സെല്ലുകളും, ഇന്ത്യയിലെ പല സൈബർ സെല്ലുകളും, കേരളത്തിലെ പല സൈബർ സെല്ലുകളും ഇത്തരം ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എവറി ഡേ ഇത്തരം കേസുകൾ, പുതിയ കേസുകൾ ഞാൻ കേൾക്കണതാണ്. അത് എങ്ങനെയാണ് പോലീസ് അതിലത്തെ ചില കേസുകളൊക്കെ തെളിയിക്കണത് എന്നുള്ളതും കേൾക്കണതാണ്. ഇതിന്റെ ഒരു ഉദാഹരണം പറയാം, എങ്ങനെയാണ് ഇത്തരം കേസുകൾ തെളിയിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി, അത് സൈബർ സെല്ലിൽ ചെന്നു എന്ന് വിചാരിക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഇതാരാണ് ഇത്തരം മോശപ്പെട്ട പടങ്ങളും ഒക്കെ ആരാണ് അപ്ലോഡ് ചെയ്തത്, എവിടെയാണ് അപ്ലോഡ് ചെയ്തത്, അത് എവിടെയാണെന്ന് പറയുമ്പോൾ ഇന്ന സൈറ്റിലാണെന്ന് പറയുമ്പോഴും ആ സൈറ്റ് ഏത് രാജ്യത്താണ്, ഏത് സെർവറിലാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ്. അത് പലതും പിടിക്കപ്പെടാതിരിക്കാനുള്ള പേരുകൾ വെച്ച സൈറ്റുകളായിരിക്കും. അതുകൊണ്ട് സൈറ്റിന്റെ പേര് നോക്കിയിട്ട് നമുക്കത് ഇന്ന സ്ഥലമാണ്, ഇന്ന സൈറ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിന്റെ ആക്ച്വൽ സെർവറും ആക്ച്വൽ കൺട്രിയും ആക്ച്വൽ ആളുകളും ഒക്കെ തന്നെ വ്യത്യാസമായിരിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഇന്ന് സൈബർ സെല്ലിൽ അവൈലബിൾ ആണ്. പലപ്പോഴും ഇത് കണ്ടുപിടിച്ച് പിന്നെ ഇവര് അകത്താവുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കേസ് വരുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത്. അതുപോലെ അതിന്റെ ഒരു കേരളത്തിലെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് കഴിഞ്ഞ ഒരു 6-7 വർഷം ആയിട്ട് എല്ലാ വർഷവും നടത്തുന്നുണ്ട്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം ഫോട്ടോസ്, അത് ഞാൻ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞതിന്റെ എക്സാമ്പിൾ അല്ല, കുട്ടികളുമായി ബന്ധപ്പെട്ട പോർണോഗ്രാഫിക് ഫോട്ടോസും വീഡിയോസും കാണുന്ന ആളുകള്, ഈ കാണുന്ന ആളുകള് വിചാരം അവര് വീട്ടിലിരുന്ന് മുറിയിലിരുന്ന് ഇത് കാണുമ്പോൾ ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ അപ്ലോഡ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് സർവൈലൻസ്, ഇന്റർപോൾ അടക്കം അവരുടെ സർവൈലൻസിലാണ്. അവർ ഈ വിവരം ഇന്ന IP അഡ്രസ്സിലുള്ള ആള് ഇങ്ങനെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ടു എന്ന വിവരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയിക്കും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് കേരളയെ അറിയിക്കും. ഗവൺമെന്റ് ഓഫ് കേരള അത് ഹോം ഡിപ്പാർട്ട്മെന്റ് അത് കേരള പോലീസിനെ അറിയിക്കും. കേരള പോലീസ് അത് IP അഡ്രസ് ഉള്ള ടൗൺ ഏതാണ്, ഏത് ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഏത് നഗരത്തിലാണ് ഈ IP അഡ്രസ് അന്ന് ആ ദിവസം ആ സമയം ചെയ്തെന്നുള്ളത് നോക്കിയിട്ട് ആ വീട്ടിലെത്തി അവരുടെ കമ്പ്യൂട്ടറും അവരുടെ ലാപ്ടോപ്പും സെർച്ച് ചെയ്ത് അതിന്റെ തെളിവുകൾ എടുത്ത് അറസ്റ്റ് ചെയ്യും. എല്ലാ വർഷവും ഒരു 20-30 പേരെങ്കിലും ഇങ്ങനെ അറസ്റ്റിലാവുന്നുണ്ട്. അവർ ഒരു ദിവസമാണ്, വർഷത്തിൽ ഒരു ദിവസമാണ് അവർ ഈ ഓപ്പറേഷൻ നടത്തുക. ഈ എല്ലാവരും തന്നെ പറയുന്ന കാര്യം, ഞങ്ങൾ ഇത് മുറിയുടെ ഉള്ളിൽ ഇരുന്ന് കണ്ട സാധനം എങ്ങനെ കേരള പോലീസ് അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ കേസിൽ പെടുമ്പോഴാണ് പലരും മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ ക്ലിയർ ആണ്. ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പോലീസ് തുനിഞ്ഞിറങ്ങിയാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊന്നും കണ്ടുപിടിക്കാത്തതെന്ന് ചോദിച്ചാൽ, അത്രയും അധികം വോളിയൂമാണ് ഇതിലാണ് നടക്കുന്നത്. അത്രയും അധികം കുട്ടികളും വലിയവരും ഒക്കെ തന്നെ ഇത്തരം ഫോട്ടോസും വീഡിയോസും കാണുന്നത്. അത്രയും അധികം സൈറ്റുകളിൽ അത്രയും അധികം ഫോട്ടോസാണ് നടക്കുന്നത്. നമ്മുടെ ചെറിയൊരു സൈബർ ഗ്രൂപ്പിന്, പോലീസ് ഗ്രൂപ്പിന് ഇതൊക്കെ നോക്കി കണ്ടുപിടിച്ച് ചെയ്യാനൊന്നും പറ്റില്ല. അത് നമ്മളുടെ നല്ല ലോകത്തിലെ ഒരു രാജ്യത്തിനും അത് പറ്റില്ല. എന്തെങ്കിലും ഒരു കേസ് വരികയാണെങ്കിൽ ആ കേസ് ആയിട്ട് മുമ്പോട്ട് പോയി അതിലത്തെ തെളിവുകൾ എടുത്ത് കളക്ട് ചെയ്ത് ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാം എന്ന് മാത്രം.
ഈ യഥാർത്ഥത്തിൽ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം അത് പലതരത്തിലും പല രീതിയിലും ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും തന്നെ സ്കൂളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെ പോകുന്നവരുണ്ട് പുതിയ തലമുറയിൽ. അതിൻ്റെ ഒരു പരിധി വിട്ടുള്ള നീക്കമാണോ ഇങ്ങനെയുള്ള മിസ്യൂസിങ്ങിലേക്ക് പോകുന്നത്? അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ മുറിയിൽ ഇരുന്നിട്ട് മൊബൈൽ ഫോൺ, നമ്മളുടെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക്, അതായത് പോലീസിനോ അല്ലെങ്കിൽ ഇന്റലിജൻസിനോ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന ബോധമാണ് ഇതിനൊക്കെ പ്രശ്നം. മിഥ്യാബോധം എന്ന് പറയട്ടെ, തെറ്റായ ബോധം. അത് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ വെച്ച് എന്ത് ചെയ്തോളൂ, ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് സാധാരണക്കാരുടെ ഇടയിൽ മാത്രമല്ല, ഒന്നാംകട കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരുടെ ഇടയിൽ പോലും ഈ തെറ്റായ ബോധമുണ്ട്. ഞാൻ ചെയ്യുന്ന ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, ഞാൻ അത്രയും സ്പൂഫിംഗ് ചെയ്തിട്ടാണ്. സ്പൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ അഡ്രസ്സുകളൊക്കെ മറച്ചു വെച്ച് വ്യാജമായിട്ടുള്ള അഡ്രസ്സ് സൃഷ്ടിച്ച് അതുവഴി ചെയ്യുന്ന പ്രവൃത്തിക്കാണ് സ്പൂഫിംഗ് എന്ന് പറയാം. എനിക്ക് അങ്ങനെ ചെയ്യാൻ അറിയാം, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന തെറ്റായ ധാരണ ടെക്നോളജി അറിയുന്ന ആളുകൾ തന്നെ സ്പ്രെഡ് ചെയ്ത് അത് ടെക്നോളജി അറിയാത്ത ആളുകൾക്കും അങ്ങനെ ഒരു ധാരണ വന്നു കഴിഞ്ഞു. ഈ തെറ്റായ ധാരണയാണ് പലപ്പോഴും ഇത്തരം തെറ്റായ മൊബൈൽ യൂസിലേക്ക് എത്തിക്കുന്നത്. അവനവന്റെ മുറിയിൽ ഇരുന്ന് അവനവന്റെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തി കണ്ടുപിടിക്കാൻ സൈബർ പോലീസിന് പറ്റും, അല്ലെങ്കിൽ ഇന്റലിജൻസിന് പറ്റും എന്ന തോന്നൽ ഉള്ള ഒരു ആള് ഒരിക്കലും ഇത്തരം തെറ്റായ നടപടികളൊന്നും ചെയ്യില്ല. യെസ്, വളരെ നന്ദി ഡോക്ടർ വിനോദ് ഭട്ടതിരിപ്പാട് പ്രതികരിച്ചതിന്. എന്തായാലും കുട്ടികൾ, നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെ നമുക്ക് ജാഗ്രത കൂടുതൽ പാലിക്കണമെന്നത് ഈ വാർത്ത അതിലേക്ക് വഴി തുറക്കട്ടെ എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഷംന തുടരുന്നു. ഷംന, ഒരിക്കൽ കൂടി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് കുടുംബങ്ങളെ ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന കാര്യം എന്താണ്? എത്ര കണ്ട് ജാഗ്രത പാലിക്കണം? ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തിൻ്റെ മറ്റൊരു വശമായി ഇതിനെ വ്യാഖ്യാനിക്കാം. പക്ഷേ അതിനുമപ്പുറത്തേക്ക് കുട്ടികൾ, പുതിയ കാലത്ത് കുട്ടികൾ ചിന്തിക്കേണ്ടത് അവരുമായി എങ്ങനെ കൂടുതൽ ആത്മബന്ധം പുലർത്തണം, അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയോ കാര്യം മുമ്പ് സൈക്കോളജിസ്റ്റ് അടക്കമുള്ളവർ പറഞ്ഞു. എന്താണ് നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ എങ്ങനെ ജാഗ്രത പുലർത്തണം കുടുംബങ്ങളിൽ? എന്താണ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്? സജിത്ത്, അതിലോട്ട് വരുന്നതിന് മുമ്പേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഐഡന്റിറ്റി മറച്ചു വെച്ചാണ് ഇത്തരം ഗ്രൂപ്പുകളിൽ എല്ലാവരും ആക്റ്റീവ് ആകുന്നത്. ഇപ്പോൾ എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഒരാൾ ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പോലും അതെനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അവരുടെ മൊബൈൽ നമ്പറുകൾ, അതുപോലെ അവരുടെ പേര്, അവരുടെ പ്രൊഫൈൽ ഫോട്ടോ ഇതെല്ലാം ഹൈഡ് ചെയ്ത് മറ്റൊരു ഐഡന്റിറ്റിയിൽ ഒരു പേര് പോലും വേണമെന്നില്ല, പലപ്പോഴും ഒരു ഡോട്ടോ ഒരു സ്റ്റാറോ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് പല ഐഡികളും നമുക്ക് ഈ ഗ്രൂപ്പുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ പോലും നമുക്ക് ആ ഗ്രൂപ്പുകളിൽ നിന്ന് കണ്ടെത്താനോ നമുക്ക് കഴിയില്ല. ഈ പറഞ്ഞ പോലെ സൈബർ സെല്ലിനൊക്കെ കഴിയുമായിരിക്കും, അതിന് കഴിയട്ടെ എന്ന് കരുതുന്നു. പക്ഷേ ഇങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും ഇതുപോലെ കുടുംബത്തിലുള്ളവർക്ക് അറിയുന്നില്ല. ഇപ്പോൾ ഈ വാർത്ത കണ്ടിട്ടാണെങ്കിൽ പോലും അവർക്ക് തിരിച്ചറിയില്ല ഇങ്ങനെ ഉണ്ടോ, നമ്മുടെ ആരെങ്കിലും ഉണ്ടോ ഈ ഗ്രൂപ്പിൽ എന്ന് അവർക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഇപ്പോഴും ഈ വാർത്തയ്ക്ക് താഴെ, നമ്മുടെ വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ പോലും അറിയാം ഇതിനെ വളരെ നോർമലൈസ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട്. വളരെ ഇതൊക്കെ മുമ്പേ ഉള്ളതല്ല, അല്ലെങ്കിൽ ഇതിനെന്താ ഇത്ര പ്രശ്നമുള്ളത് എന്ന തരത്തിൽ ചോദിക്കുന്ന യുവതലമുറ ഇപ്പോഴുമുണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിനോട് നമ്മൾ എത്ര എന്ന് വെച്ചിട്ട് ഒന്നോ രണ്ടോ ആളുകളല്ല, അല്ലെങ്കിൽ 100-200 ആളുകളല്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ഓരോ ഗ്രൂപ്പിലും, 100 ഗ്രൂപ്പുകളിൽ മെമ്പർമാരായിട്ടുള്ളത്. ഇവരെ ഓരോരുത്തരെയും വിളിച്ചിരുത്തി നമ്മൾ കൗൺസിലിംഗ് കൊടുത്തിട്ടൊക്കെ എന്താ കാര്യമുള്ളത്, അതിലോട്ട് എങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഈ കുടുംബങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരമ്മയോ ഒരു സഹോദരിയോ വിചാരിക്കുന്നില്ല എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരാളും ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത്, ഉണ്ടാവാം എല്ലാവരുടെ അടുത്തും നിങ്ങളുടെ വീട്ടിൽ ഇത് നടക്കുന്നുണ്ടെന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പുലർത്തും. നമുക്ക് എപ്പോഴും നേരത്തെ ആ സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇമോഷണൽ ബോണ്ട് ബിൽഡ് ചെയ്യുക, അത്തരത്തിലുള്ള നമ്മൾ കെയർഫുൾ ആയിട്ടിരിക്കുക എന്നത് തന്നെ ചെയ്യാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തോട്ട് എന്താണ് നമ്മൾ ഈ കുടുംബങ്ങളെടുത്ത് പറയേണ്ടത്? അത് അത്രയും അവരെ
വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. അതിനപ്പുറം നമ്മൾ എങ്ങനെ അവരുടെ അടുത്ത് കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യം തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ അമ്മമാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക നിങ്ങളെ മക്കളെ സൂക്ഷിക്കണമെന്ന്? അതും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ ഈ യുവാക്കളെടുത്ത് വളരെ ഇത് നോർമലൈസ് ചെയ്യുന്ന, ഒരു പ്രശ്നവും ഇല്ലാത്ത തരത്തിൽ അത്രയും നോർമലൈസ് ചെയ്യുന്ന ഈ യുവാക്കളെടുത്ത് അത്രയും സ്വന്തം അമ്മയുടെ ഫോട്ടോകൾ വിൽക്കുന്ന, പണത്തിന് വേണ്ടി വിൽക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം എന്താ പറയുക സെക്ഷുവൽ ആയിട്ടുള്ള അത്തരം സംസാരങ്ങൾക്ക് അത് ആസ്വദിക്കാൻ വേണ്ടി സ്വന്തം അമ്മയുടെ ചിത്രങ്ങൾ, സ്വന്തം സഹോദരിയുടെ ചിത്രങ്ങൾ വിൽക്കുന്ന ഒരു മക്കളെടുത്ത് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെടുത്ത് നമ്മൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് ഇപ്പോഴും എനിക്ക് അറിയുന്നില്ല. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും അറിയുന്നില്ല. പക്ഷേ വീടുകളിൽ ജാഗ്രത പുലർത്തണം. നമ്മുടെ വീടുകളിൽ ഇതിനുള്ള സാധ്യതയുണ്ട് എന്ന് കെയർഫുൾ ആയിട്ടിരിക്കാം. യെസ്, അത് ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾക്ക് നടത്താനുള്ളത്. ഒരുപക്ഷെ ടെലിഗ്രാം അടക്കമുള്ള ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ് ഇത് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുള്ളതല്ലേ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്കറിയാവുന്നതായിരുന്നല്ലേ എന്ന് സംശയമുള്ളവരുണ്ടാവാം. പക്ഷേ പല കുടുംബങ്ങളിലുള്ള അച്ഛനമ്മമാർ ഇപ്പോഴും ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന കാര്യം തിരിച്ചറിവുള്ളവരില്ല. അവർക്കുള്ള ഒരു ജാഗ്രത കൂടിയായി ഇത് മാറുകയാണ്. നമുക്ക് ഓർമ്മപ്പെടുത്തേണ്ട പല കാര്യങ്ങളൊന്ന് കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗം അത് പരിധി ലംഘിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു വശം കൂടിയായി ഇത് മാറുന്നു എന്നതാണ്. 2, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട തീവ്രതയാണ്. ആ തീവ്രത എങ്ങനെയാവണം, കുട്ടികളും അച്ഛനമ്മമാരും തമ്മിലുള്ള ബന്ധത്തിൽ എത്ര കണ്ട് തീവ്രത ഉണ്ടാവണം, അവരുമായുള്ള ആത്മബന്ധം എത്ര കണ്ട് നിലനിർത്തണം എന്ന കാര്യത്തിൽ മാതാപിതാക്കളും കൂടുതൽ ബോധവൽക്കരിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വാർത്തയിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഭദ്രമാവട്ടെ, മറ്റു ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഞങ്ങൾ ഈ വാർത്ത അവസാനിപ്പിക്കുകയാണ്. ഇനിയൊരു ഇടവേള